നമ്മൾ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു കഥ പഠിക്കാനായിട്ട് പോവാണ്. CBSE സിലബസാണ്, 6th സ്റ്റാൻഡേർഡ് സപ്ലിമെൻ്ററി ആണ്. 3rd ചാപ്റ്റർ ദ ഷെപ്പേർഡ്സ് ട്രഷർ, ആട്ടിടയൻ്റെ നിധി. ഇൻ എ വില്ലേജ് ഇൻ ഇറാൻ ദർ വൺസ് ലിവ്ഡ് എ ഷെപ്പേർഡ്. ഇറാനിലെ ഒരു വില്ലേജിൽ ഒരു ഷെപ്പേർഡ്, ഒരു ആട്ടിടയൻ ജീവിച്ചിരുന്നു. ഹി വാസ് വെരി പുവർ, വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഹി ഡിഡ് നോട്ട് ഹാവ് ഈവൻ എ സ്മാൾ കോട്ടേജ് ഓഫ് ഹിസ് ഓൺ. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു കുടില് പോലും ഇല്ലായിരുന്നു. കുടിലെന്ന് പറയുമ്പോൾ അധികം സേഫ്റ്റി ഇല്ലാത്ത, അടച്ചുറപ്പില്ലാത്ത വീടിനെയാണ് നമ്മൾ കുടിലെന്ന് പറയുന്നത്. അതുപോലും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഹി ഹാഡ് നെവർ ബീൻ ടു സ്കൂൾ ഓർ ലേൺഡ് ടു റീഡ് ആൻഡ് റൈറ്റ്. അദ്ദേഹം സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എഴുതാനോ വായിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. എഴുതാനും വായിക്കാനും അദ്ദേഹം പഠിച്ചിട്ടില്ല. For there were very few schools in this days. ആ കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞ സ്കൂളുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല, എഴുത്തും വായനയും അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. Though poor and uneducated, this shepherd was very wise. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഷെപ്പേർഡ് എന്ന് പറയുന്ന ആൾ വളരെ പുവറായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യനാണ്. അതുപോലെ വിദ്യാഭ്യാസമൊന്നുമില്ല, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണെന്ന് നേരത്തെ പറഞ്ഞു ഇതല്ലേ. ഇവിടെ പറയുന്നത് അങ്ങനെയാണെങ്കിലും, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാവപ്പെട്ട മനുഷ്യനാണെങ്കിലും ദിസ് ഷെപ്പേർഡ് വാസ് വെരി വൈസ്. ഈ ഷെപ്പേർഡ് എന്ന് പറയുന്ന ആൾ വളരെ ബുദ്ധിമാനായിരുന്നു, വളരെ ബുദ്ധിശാലിയായിട്ടുള്ള, വിവേകിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഹി അണ്ടർസ്റ്റുഡ് പീപ്പിൾസ് സോറോസ് ആൻഡ് ട്രബിൾസ്. അദ്ദേഹം ജനങ്ങളുടെ ദുഃഖങ്ങളും ആൻഡ് ട്രബിൾസ്, പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുകയും ആൻഡ് ഹെൽപ്പ് ദം ഫേസ് ദെയർ പ്രോബ്ലംസ്. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ ഇയാൾ സഹായിക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? വിത്ത് കറേജ് ആൻഡ് കോമൺ സെൻസ്. അദ്ദേഹത്തിനുള്ള സാമാന്യ ബുദ്ധി കൊണ്ട്, ആൻഡ് കറേജ്, ധൈര്യം കൊണ്ടും. അപ്പോൾ കോമൺ സെൻസ് കൊണ്ടും കറേജ്, ധൈര്യം കൊണ്ടും അവർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കാൻ ഇയാൾ സഹായിക്കുമായിരുന്നു. Many people came to him for advice. അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടാൻ വേണ്ടിയിട്ട്, ഉപദേശം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. Soon he became famous for his wisdom and friendly nature. വൈകാതെ അദ്ദേഹത്തിൻ്റെ വിസ്ഡം, അദ്ദേഹത്തിൻ്റെ അറിവ് കൊണ്ടും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്ലി നേച്ചർ, വളരെ സൗഹൃദപരമായിട്ടുള്ള സ്വഭാവം കൊണ്ടും അദ്ദേഹം വളരെ ഫേമസ് ആയിട്ട് മാറി. The king of that country heard about him. അദ്ദേഹത്തെക്കുറിച്ച് ആ നാട്ടിലെ രാജാവ് അറിയുകയും കേൾക്കുകയും ആൻഡ് തോട്ട് ഓഫ് മീറ്റിംഗ് ഹിം. അദ്ദേഹത്തെ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് ഇയാൾ വിചാരിക്കുകയാണ്, ചിന്തിക്കുകയാണ്. ഡിസ്ഗൈസ്ഡ് ആസ് എ ഷെപ്പേർഡ് ആൻഡ് റൈഡിങ് ഓൺ എ മ്യൂൾ. നേരത്തെ പറഞ്ഞു, രാജാവ് ഈ ഷെപ്പേർഡിനെ, ആട്ടിടയനെ കാണാൻ തീരുമാനിച്ചെന്നല്ലേ. എങ്ങനെയാണ് രാജാവ് ആട്ടിടയനെ കാണാൻ പോകുന്നത്? രാജാവിൻ്റെ വേഷത്തിലല്ല പോകുന്നത്, മറിച്ച് ഡിസ്ഗൈസ്ഡ് ആസ് എ ഷെപ്പേർഡ്, ഒരു ആട്ടിടയൻ്റെ രൂപത്തിലേക്ക് വേഷം മാറുകയാണ്. ആൻഡ് റൈഡിങ് ഓൺ എ മ്യൂൾ, അങ്ങനെ ഒരു മ്യൂളിൻ്റെ പുറത്ത് യാത്ര ചെയ്തുകൊണ്ടാണ് പോകുന്നത്. മ്യൂൾ എന്ന് പറയുന്നത് കോവർ കഴുത. വൺ ഡേ ദ കിങ് കെയിം ടു ദ കേവ് വേർ ദ വൈസ് ഷെപ്പേർഡ് ലിവ്ഡ്. അങ്ങനെ ഒരു ദിവസം രാജാവ് ഈ ആട്ടിടയൻ താമസിക്കുന്ന ഗുഹക്ക് മുന്നിലെത്തി. ആസ് സൂൺ ആസ് ദ ഷെപ്പേർഡ് സോ ദ ട്രാവലർ കമ്മിങ് ടുവാർഡ്സ് ദ കേവ്. അങ്ങനെ ആട്ടിടയൻ കാണുകയാണ്, തൻ്റെ ഗുഹക്ക് നേരെ ഒരു ട്രാവലർ, ഒരു യാത്രക്കാരൻ വരുന്നതായിട്ട് കാണുകയാണ്. ഹി റോസ് ടു വെൽക്കം ഹിം. അദ്ദേഹം എഴുന്നേറ്റ് ആ യാത്രക്കാരനെ സ്വീകരിക്കുകയാണ്. ഹി ടുക്ക് ദ ടയർഡ് ട്രാവലർ ഇൻസൈഡ് ദ കേവ്. അങ്ങനെ വളരെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്ന ആ ട്രാവലറിന്, ആ യാത്രക്കാരൻ അദ്ദേഹം തൻ്റെ കേവിലേക്ക്, തൻ്റെ ഗുഹയിലേക്ക് വിളിക്കുകയാണ്. ഗേവ് ഹിം വാട്ടർ ടു ഡ്രിങ്ക്. അങ്ങനെ കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കുന്നു. ആൻഡ് ഷെയർ ഓഫ് ഹിസ് ഓൺ മീഗർ മീൽ. അദ്ദേഹത്തിന് കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വളരെ കുറഞ്ഞ ഭക്ഷണം അതിൽ നിന്നെടുത്ത് രാജാവിനും ഷെയർ ചെയ്യാണ്, ആ ട്രാവലിനും, ആ യാത്രക്കാരനും ഷെയർ ചെയ്യാണ്. ദ കിങ് റെസ്റ്റഡ് ഫോർ ദ നൈറ്റ് ഇൻ ദ കേവ്. ആ രാത്രി രാജാവ് അവിടെ താമസിക്കുകയാണ്. ആൻഡ് വാസ് ഗ്രേറ്റ്ലി ഇംപ്രസ്ഡ് ബൈ ദ ഷെപ്പേർഡ്സ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് വൈസ് കോൺവെർസേഷൻ. ഈ ഷെപ്പേർഡിൻ്റെ, ആട്ടിടയൻ്റെ ഹോസ്പിറ്റാലിറ്റി, ആതിഥ്യമര്യാദ കൊണ്ടും അതുപോലെ അദ്ദേഹത്തിൻ്റെ സംസാരം കൊണ്ടും വൈസ് കോൺവെർസേഷൻ കൊണ്ടും രാജാവ് വളരെ ഇംപ്രസ്ഡ് ആയിരുന്നു. Though still tired, the king decided to depart the next morning. രാജാവിന് അപ്പോഴും നല്ല ക്ഷീണമുണ്ട്. പക്ഷേ the king decided to depart the next morning. അടുത്ത മോർണിംഗിൽ അദ്ദേഹം അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. He said, many thanks for your kindness to poor traveler. രാജാവ് ആട്ടിടയനോട് പറയാണ്, many thanks for your kindness ടു എ പുവർ ട്രാവലർ. നിങ്ങൾ ഈ പാവപ്പെട്ട ട്രാവലിനോട്, യാത്രക്കാരനോട് കാണിച്ച ദയയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഐ ഹാവ് എ ലോങ് വേ ടു ഗോ. എനിക്ക് ഇനിയും പോകാൻ ഒരുപാട് ദൂരമുണ്ട്. പെർമിറ്റ് മീ ടു ലീവ്. എന്നെ പോകാൻ അനുവദിക്കണം. ലുക്കിംഗ് സ്ട്രൈറ്റ് ഇൻ ടു ദ ഐസ് ഓഫ് ഹിസ് ഗസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഗസ്റ്റിൻ്റെ കണ്ണിലോട്ട് നേരെ നോക്കിക്കൊണ്ട് ദ ഷെപ്പേർഡ് റിപ്ലൈഡ്,
ആട്ടിടയൻ മറുപടി കൊടുക്കുകയാണ്, താങ്ക് യു യുവർ മജസ്റ്റി ഫോർ പേയിങ് മീ ദ കോംപ്ലിമെൻറ്റ് ഓഫ് എ വിസിറ്റ്. അപ്പോൾ അദ്ദേഹം മജസ്റ്റി എന്ന് ഉപയോഗിക്കുന്നത് രാജാവിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് മജസ്റ്റി എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ആട്ടിടയന് മനസ്സിലായിട്ടുണ്ട് വന്നത് രാജാവാണെന്ന്. അതുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് കാരണം. താങ്ക് യു യുവർ മജസ്റ്റി ഫോർ പേയിങ് മീ ദ കോംപ്ലിമെൻറ്റ് ഓഫ് വിസിറ്റ്. തിരിച്ച് താങ്ക് യു കൊടുക്കുകയാണ്. താങ്ക് യു യുവർ മജസ്റ്റി, നന്ദിയുണ്ട് ഫോർ പേയിങ് മീ ദ കോംപ്ലിമെൻറ്റ് ഓഫ് വിസിറ്റ്. നിങ്ങളുടെ ഈ സ്തുതിവാക്കുകൾ എനിക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ദ കിങ് വാസ് അസ്റ്റോണിഷ്ഡ് ആസ് വെൽ ആസ് പ്ലീസ്ഡ്. രാജാവ് അത്ഭുതപ്പെടുകയും അതുപോലെ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു. ഹീ ഈസ് ഇൻഡീഡ് വെരി വൈസ്. അദ്ദേഹം തീർച്ചയായും വളരെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്. ഹി തോട്ട് ടു ഹിംസെൽഫ്, രാജാവ് സ്വയം ചിന്തിക്കുകയാണ്, ഐ നീഡ് പീപ്പിൾ ലൈക്ക് ഹിം ടു വർക്ക് ഫോർ മീ. എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, വർക്ക് ചെയ്യാൻ ഇതുപോലുള്ള ജനങ്ങളെയാണ് എനിക്ക് ആവശ്യമെന്ന് രാജാവ് ചിന്തിക്കുകയാണ്. ആൻഡ് the king appointed this humble shepherd the governor of a small district. മാത്രമല്ല, ഒരു സ്മാൾ ഡിസ്ട്രിക്റ്റിൻ്റെ, ചെറിയൊരു ഡിസ്ട്രിക്റ്റിൻ്റെ, ഒരു ജില്ലയുടെ ഗവർണറായിക്കൊണ്ട് ഈ ആട്ടിടനെ ഈ രാജാവ് നിയമിക്കുകയാണ്. although he rose to power and dignity, അദ്ദേഹം ഇപ്പോൾ ഒരു സ്മാൾ ഡിസ്ട്രിക്റ്റിൻ്റെ ഗവർണറായിട്ട് നിൽക്കുകയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പവറും അദ്ദേഹത്തിൻ്റെ ഡിഗ്നിറ്റി, പ്രതാപമൊക്കെ ഉയർന്നു. എന്നിട്ടും ദ ഷെപ്പേർഡ് റിമൈൻഡ് ആസ് എ ഹംബിൾ ആസ് എവർ. പഴയ പോലെ തന്നെ വളരെ ഹംബിളായിരുന്നു, വളരെ വിനയാന്വിതനായിട്ട് തന്നെ അദ്ദേഹം തുടർന്നു. പീപ്പിൾ ലവ്ഡ് ആൻഡ് ഹോണേർഡ് ഹിം ഫോർ ഹിസ് വിസ്ഡം, സിമ്പതി ആൻഡ് ഗുഡ്നസ്. ജനങ്ങളൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തു. ഇതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ വിസ്ഡം, അദ്ദേഹത്തിൻ്റെ അറിവ് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സിമ്പതി, സഹതാപം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഗുഡ്നസ്, നന്മ കൊണ്ട്, നല്ല നല്ല കാര്യങ്ങൾ, ഗുണങ്ങളെ കൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തു. ഹി വാസ് കൈൻഡ് ആൻഡ് ജസ്റ്റ് ടു വൺ ആൻഡ് ആൾ. എല്ലാവരോടും അദ്ദേഹം ദയയുള്ള ആളായിരുന്നു. ഇന്ന ആളുകളോട് എന്നില്ല, എല്ലാവരോടും അദ്ദേഹം ദയ കാണിച്ചു. ഹിസ് ഫെയിം ആസ് എ ഫെയർ ആൻഡ് വൈസ് ഗവർണർ സൂൺ സ്പ്രെഡ് ത്രൂ ഔട്ട് ദ കൺട്രി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി, അദ്ദേഹത്തിൻ്റെ പേരുകൾ, അദ്ദേഹത്തിൻ്റെ വൈസ് ഗവർണർ എന്നൊക്കെയുള്ള പേരുകൾ പെട്ടെന്ന് തന്നെ രാജ്യം മുഴുവനും സ്പ്രെഡായി പടർന്നു പിടിച്ചു. നൗ ദ ഗവർണേഴ്സ് ഓഫ് അതർ പ്രൊവിൻസസ് grew terribly jealous of him and began to talk to the king against him. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുകൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈസ് ഗവർണർ, ബുദ്ധിശാലിയായ ഗവർണർ എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ രാജ്യം മുഴുവനും അദ്ദേഹത്തിൻ്റെ പേര് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൗ ദ ഗവർണേഴ്സ് ഓഫ് അതർ പ്രൊവിൻസസ്, മറ്റുള്ള നാടുകളിലെ ഗവർണേഴ്സിനെ ഗ്രൂ ടെറിബിളി ജലസ് ഓഫ് ഹിം. അദ്ദേഹത്തിനോട് നന്നായിട്ട് അസൂയ ഉണ്ടായി. ആൻഡ് ബിഗാൻ ടു ടോക്ക് ടു ദ കിങ് അഗെയിൻസ്റ്റ് ഹിം. അങ്ങനെ രാജാവിനോട് അദ്ദേഹത്തിന് എതിരായിക്കൊണ്ട് പലതും പറയാനായിട്ട് തുടങ്ങി. എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞു, ഹീ ഈസ് ഡിസോണസ്റ്റ്. അദ്ദേഹം ഒരു സത്യസന്ധയില്ലാത്തൊരു മനുഷ്യനാണ്. ആൻഡ് കീപ്സ് ഫോർ ഹിംസെൽഫ് പാർട്ട് ഓഫ് ദ മണി ദാറ്റ് ഹി കളക്ട്സ് ആസ് എ ടാക്സ് ഫ്രം ദ പീപ്പിൾ. ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ടാക്സ് അതിൽ നിന്ന് ഒരു ഭാഗം രാജാവിന് കൊടുക്കാതെ ഇയാൾ സൂക്ഷിക്കുന്നുണ്ട് എന്ന് കളവ് ആര് പറഞ്ഞു? മറ്റുള്ള ഗവർണേഴ്സ് രാജാവിനോട് കളവ് പറഞ്ഞു. മാത്രമല്ല, ദേ ആഡഡ്, അവർ ഇതും കൂടെ ആഡ് ചെയ്തു. എന്ത്? വൈ ഡിഡ് ഹി ഓൾവേസ് ക്യാരി വിത്ത് ഹിം ആൻ അയൺ ചെസ്റ്റ്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും ഒരു അയൺ ചെസ്റ്റ്, ഒരു ഇരുമ്പ് പെട്ടി എന്തിനാണ് അദ്ദേഹം കൊണ്ടു നടക്കുന്നത്? പെർഹാപ്സ്, ഒരു പക്ഷേ ഈ ക്യാരിഡ് ഇൻ ഇറ്റ് ദ ട്രഷർ ദാറ്റ് ഹി ഹാഡ് സീക്രറ്റ്ലി കളക്ട്. അദ്ദേഹം സീക്രട്ടായിട്ട് രഹസ്യമായി കളക്ട് ചെയ്ത നിധികൾ, പൈസകളൊക്കെ ഒരു പക്ഷേ അതിൽ കളക്ട് ചെയ്തിട്ടുണ്ടാകും, അതിലായിരിക്കും കൊണ്ട് നടക്കുക. ആഫ്റ്റർ ഓൾ, എല്ലാത്തിനും ഉപരിയായിട്ട് ദേ സെഡ് മോക്കിംഗ്ലി, വളരെ പരിഹാസ രൂപത്തിൽ അവർ പറഞ്ഞു, ഹി വാസ് ആൻ ഓർഡിനറി ഷെപ്പേർഡ്. ഒരു സാധാരണ ഷെപ്പേർഡായിരുന്നു, ആട്ടിടയനായിരുന്നു. ആൻഡ് കുഡ് ബിഹേവ് നോ ബെറ്റർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ കഴിയില്ല, അദ്ദേഹത്തിന് നന്നായിട്ട് പെരുമാറാനായിട്ട് കഴിയൂല. At first, the king did not pay attention to these reports. ആദ്യം രാജാവ് ഈ റിപ്പോർട്ട്സിനൊന്നും അത്രത്തോളം ശ്രദ്ധ കൊടുത്തിരുന്നില്ല. But how long could he ignore this governors and their endless stories about the shepherd? പക്ഷേ അപ്പോൾ എത്രത്തോളം കാലം അദ്ദേഹത്തിന് ഈ ഗവർണേഴ്സിനെയും ആ ഗവർണർമാർ പറയുന്ന കഥകളെയും അവഗണിക്കാനായിട്ട് പറ്റും? ഇല്ല. നമ്മൾ കുറേയൊക്കെ അവഗണിച്ചാലും വീണ്ടും കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആർക്കാണെങ്കിലും അത് അവഗണിക്കാനായിട്ട് കഴിയില്ല. One thing was certain, ഒരു കാര്യം ഉറപ്പായിരുന്നു. The king discovered, രാജാവ് കണ്ടുപിടിച്ചു, the new governor did carry an iron chest with him all the time. അപ്പോൾ രാജാവ് ഒരു കാര്യം കണ്ടുപിടിച്ചു. എന്താണത്? ഈ ന്യൂ ഗവർണർ,
നമ്മൾ ഈ ന്യൂ ഗവർണർ എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും അയാളുടെ കൂടെ ഒരു അയൺ ചെസ്റ്റ്, ഒരു അയൺ പെട്ടി, ഒരു ഇരുമ്പിൻ്റെ പെട്ടി എന്ത് ചെയ്യുന്നുണ്ട്, കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം രാജാവ് കണ്ടുപിടിക്കണം. സോ വൺ ഡേ ദി ന്യൂ ഗവർണർ വാസ് സമൺഡ് ടു ദ പാലസ്. ഒരു ദിവസം ഈ ന്യൂ ഗവർണറിനെ കൊട്ടാരത്തിൽ ഈ ഗവർണർ വിളിക്കപ്പെട്ടു. രാജാവ് അദ്ദേഹത്തെ ക്ഷണിച്ചു. ഹി കെയിം റൈഡിങ് ഓൺ ഹിസ് ക്യാമൽ. അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്താണ്. അദ്ദേഹം ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്ത് അങ്ങോട്ട് വന്നു. Everyone's delight, the famous iron chest was there fastened secretly behind him on the camel's back. അപ്പോൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഫേമസ് ആയിട്ടുള്ള അയൺ ചെസ്റ്റ്, ആ പെട്ടി അദ്ദേഹം വളരെ സീക്രട്ടായി ഒട്ടകത്തിൻ്റെ പുറകിലായിട്ട് വളരെ സീക്രട്ടായിട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. Now the king was angry. ഈ സമയം രാജാവ് വളരെ ദേഷ്യപ്പെട്ടു. He thundered. അദ്ദേഹം വളരെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. Why do you always carry that iron chest with you? എന്തുകൊണ്ടാണ് നീ എപ്പോഴും ഈ അയൺ ചെസ്റ്റ് തൻ്റെ കൂടെ കൊണ്ട് നടക്കുന്നത്? Why does it contain? എന്താണ് അതിലുള്ളത്? എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നത്? ദ ഗവർണർ സ്മൈൽഡ്. ഗവർണർ ഒന്ന് പുഞ്ചിരിച്ചു. ഈ ആസ്ക്ഡ് ഈ സെർവൻറ്റ്, എന്നിട്ട് എൻ്റെ സെർവൻസിനോട് പറഞ്ഞു ടു ബ്രിങ് ദി ചെസ്റ്റ്, ആ ചെസ്റ്റ്, ആ പെട്ടി കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ഹൗ ഈഗർലി ദി പീപ്പിൾ സ്റ്റാൻഡിങ് അറൗണ്ട് വെയിറ്റഡ് ഫോർ ദ ഷെപ്പേർഡ് ടു ബി ഫൗണ്ട് ഔട്ട്. അങ്ങനെ വളരെ ആശ്ചര്യത്തോടു കൂടി ജനങ്ങൾ മുഴുവനും ഇയാളുടെ ചുറ്റും കൂടി നിൽക്കുകയാണ് ഇത് തുറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ബട്ട് ഹൗ ഗ്രേറ്റ് വാസ് ദെയർ astonishment and even of the king himself when the chest was opened. അങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ രാജാവ് മറ്റുള്ളവരൊക്കെ വളരെ അത്ഭുതപ്പെട്ടു പോയി. No gold or silver or jewels but an old blanket was all that come out. അപ്പോൾ അതിന് പുറത്തെടുത്തപ്പോൾ അതിൽ എന്തുണ്ടായിരുന്നില്ല, അതിൽ ഗോൾഡ് ഉണ്ടായിരുന്നില്ല, സിൽവർ ഉണ്ടായിരുന്നില്ല, ജ്വൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പകരം ഒരു പഴയൊരു ബ്ലാങ്കറ്റ്, ഒരു പുതപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹോൾഡിങ് ഇറ്റ് അപ്പ് പ്രൗഡ്ലി, വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹം അത് എടുത്തു. ദ ഷെപ്പേർഡ് സെഡ്, ദിസ് ഈസ് മൈ ഡിയർ മാസ്റ്റർ, ഈസ് മൈ ഓൺലി ട്രഷർ. ഇത് പ്രിയപ്പെട്ട രാജാവേ, ഇത് മാത്രമാണ് എൻ്റെ നിധി എന്ന് പറയുന്നത്, ട്രഷർ എന്ന് പറയുന്നത്. ഐ ഓൾവേസ് ക്യാരി ഇറ്റ് വിത്ത് മീ. ഇത് എപ്പോഴും ഞാൻ എൻ്റെ കൂടെ കൊണ്ട് നടക്കും. ബട്ട് വൈ ഡു യു ക്യാരി സച്ച് ആൻ ഓർഡിനറി ബ്ലാങ്കറ്റ് വിത്ത് യു? നീ എന്തുകൊണ്ടാണ് ഈ ഒരു പഴയ സാധാരണ ബ്ലാങ്കറ്റ് നിൻ്റെ കൂടെ കൊണ്ട് നടക്കുന്നത്? ഷുവർലി യു ആർ ദ ഗവർണർ ഓഫ് ദ ഡിസ്ട്രിക്ട്. നീ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഗവർണറാണല്ലേ, എന്നിട്ട് എന്തിനാണ് നീ ഇങ്ങനെ ഇത് കൊണ്ട് നടക്കുന്നത്? ദ കിങ് ആസ്ക്ഡ്, രാജാവ് ചോദിക്കുകയാണ്. To which the shepherd replied with a quiet dignity. വളരെ ശാന്തമായും വളരെ മാന്യതയോടു കൂടിയും ഇതിന് ഷെപ്പേർഡ് മറുപടി കൊടുക്കുകയാണ്. ദിസ് ബ്ലാങ്കറ്റ് ഈസ് മൈ ഓൾഡസ്റ്റ് ഫ്രണ്ട്. ഈ ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്, ഈ പുതപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഓൾഡസ്റ്റ് പഴയ ഫ്രണ്ടാണ്. ഇറ്റ് സ്റ്റിൽ പ്രൊട്ടക്ട് മീ ഇഫ് അറ്റ് എനി ടൈം. ഇതെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ സമയത്തും. യുവർ മജസ്റ്റി ഷുഡ് വിഷ് ടു ടേക്ക് അവേ ന്യൂ ക്ലോക്സ്. നിങ്ങൾ എൻ്റെ ഈ പുതിയ മേലങ്കി എടുത്തു കളഞ്ഞാൽ, അതായത് എന്നെ ഇതിൽ നിന്ന്, ഈ ഗവർണർ സ്ഥാനത്തിൽ നിന്ന് പിരിച്ചു കിട്ടാലും എനിക്ക് കൂട്ടാകുന്നത് എൻ്റെ ഈ ഓൾഡ് ബ്ലാങ്കറ്റാണ് എന്ന് വളരെ ശാന്തമായിട്ട് അദ്ദേഹം മറുപടി കൊടുത്തു. ഹൗ പ്ലീസ് ദ കിങ് വാസ്. ആൻഡ് രാജാവ് വളരെ സന്തോഷവാനായി. ആൻഡ് ഹൗ എംബ്രൈസ്ഡ് ദ ജലസ് ഗവർണേഴ്സ് ബിക്കെയിം ടു ഹിയർ ദ വൈസ് മാൻസ് റിപ്ലൈ. ഈ ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ്റെ മറുപടി കേട്ടപ്പോൾ ഈ ജലസായിട്ടുള്ള, ഈ അസൂയ ഉണ്ടായിരുന്ന മറ്റ് ഗവർണേഴ്സൊക്കെ വളരെ ചമ്മിപ്പോയി അവിടെ നിന്ന്. നൗ ദ ന്യൂ ദാറ്റ് ദ ഷെപ്പേർഡ് വാസ് ഇൻഡീഡ് ദ ഹംബ്ലസ്റ്റ് ആൻഡ് ദ വൈസസ്റ്റ് മാൻ ഇൻ ദ ലാൻഡ്. അവർ മനസ്സിലാക്കി ഈ ഷെപ്പേർഡ് എന്ന് പറയുന്നത് ഏറ്റവും ഹംബിളായിട്ടുള്ള, വിനയാന്വിതനായിട്ടുള്ള, അതായത് ഏറ്റവും വൈസസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ബുദ്ധിശക്തിയായ ഒരു മനുഷ്യനാണെന്ന് അവർ മനസ്സിലാക്കി. The king made him the governor of much bigger district that very day. പെട്ടെന്ന് തന്നെ രാജാവ് അദ്ദേഹത്തെ, ആ ഗവർണറിനെ, അവിടുത്തെ ഏറ്റവും വലിയ ഡിസ്ട്രിക്റ്റിൻ്റെ ഗവർണറായിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ദ ഷെപ്പേർഡ്സ് ട്രഷർ എന്ന് പറയുന്ന കഥ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.